ഗുരുഭ്യോ നമ. വിഘ്നേശ്വരായ നമ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ രാമാഷ്ടകമാണ് സമർപ്പിക്കുന്നത്. എല്ലാവർക്കും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ്. ഇന്ന് ശ്രീരാമനവമി നമ്മൾ ആഘോഷിക്കുകയാണ് അല്ലേ. എല്ലാവർക്കും ആ മര്യാദാ പുരുഷോത്തമൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീരാമജയം. രാമാഷ്ടകം. ഭജേ വിശേഷസുന്ദരം സമസ്തപാപഖണ്ഡനം സ്വഭക്തചിത്തരഞ്ജനം സദൈവ രാമമദ്വയം ജടാകലാപശോഭിതം സമസ്തപാപനാശകം സ്വഭക്തഭീതിഭഞ്ജനം ഭജേഹ രാമമദ്വയം നിജസ്വരൂപബോധകം കൃപാകരം ഭവാപഹം സമം ശിവം നിരഞ്ജനം ഭജേഹ രാമമദ്വയം സഹ പ്രപഞ്ചകൽപ്പിത ഹ്യനാമരൂപവാസ്തവം നിരാകൃതിം നിരാമയം ഭജേഹ രാമമദ്വയം നിഷ്പ്രപഞ്ച നിർവികൽപ നിർമ്മലം നിരാമയം ചിദേകരൂപസന്തതം ഭജേഹ രാമമദ്വയം ഭവാബ്ധിപോതരൂപകം ഹ്യശേഷദേഹകൽപ്പിതം ഗുണാകരം കൃപാകരം ഭജേഹ രാമമദ്വയം മഹാവാക്യബോധകൈർവിരാജമാനവാക്പദൈ പരബ്രഹ്മവ്യാപകം ഭജേഹ രാമമദ്വയം ശിവപ്രദം സുഖപ്രദം ഭവച്ഛിദം ഭ്രമാപഹം വിരാജമാനദേശികം ഭജേഹ രാമമദ്വയം രാമാഷ്ടകം പഠതി യഃ സുകരം സുപുണ്യം വാസേന ഭാഷിതമിദം ശൃണുതേ മനുഷ്യ വിദ്യാം ശ്രിയം വിപുലസൗഖ്യമനന്തകീർത്തിം സംപ്രാപ്യ ദേഹവിലയേ ലഭതേ ച മോക്ഷം. അർത്ഥം: അത്യന്തസുന്ദരനും സകല പാപങ്ങളെയും നശിപ്പിക്കുന്നവനും ഭക്തചിത്തങ്ങളെ രമിപ്പിക്കുന്നവനും ജടാഭാരത്താൽ ശോഭിക്കുന്നവനും സർവപാപഹരനും ഭക്തന്മാരുടെ ഭയത്തെ ശമിപ്പിക്കുന്നവനും തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയിക്കുന്നവനും കരുണാനിലയനും സംസാരനാശകനും സമഭാവനയുള്ളവനും മംഗളനും പാപരഹിതനും പ്രപഞ്ചത്തെ തങ്കൽ തന്നെ തോന്നിപ്പിക്കുന്നവനും നാമരൂപാധിഹീനനായ യഥാർത്ഥ തത്വവും നിരാകാരനും രോഗാതിരഹിതനും പ്രപഞ്ചബന്ധമില്ലാത്തവനും വികൽപ്പമില്ലാത്തവനും നിർമ്മലനും ആമയരഹിതനും ജ്ഞാനമാത്ര സ്വരൂപനും സംസാര സമുദ്രത്തിൽ നിന്ന്, അതായത് ആ സംസാരമാകുന്ന സമുദ്രത്തിന് കപ്പലായുള്ളവനും സർവശരീരങ്ങളും താൻ തന്നെ ആയവനും ഗുണനിധിയും കരുണാനിധിയും മഹാവാക്യങ്ങൾ കൊണ്ട് അറിയിക്കത്തക്ക സർവത്ര വ്യാപിക്കുന്ന പരബ്രഹ്മവും മംഗളപ്രദവും സുഖദായകനും സംസാരത്തെ നശിപ്പിക്കുന്നവനും ഭ്രമത്തെ മാറ്റുന്നവനും ശോഭായമാനനായ ഗുരുവും അദ്വയനും ആയ ശ്രീരാമനെ ഞാൻ ഭജിക്കുന്നു. എളുപ്പത്തിൽ ഗ്രഹിക്കത്തക്കതും പുണ്യപ്രദവുമായ ഈ വ്യാസകൃതാഷ്ടകത്തെ പഠിക്കുകയോ കേൾക്കുകയോ പറയുകയോ ചെയ്യുന്നവന് വിദ്യ, സമ്പത്ത്, സൗഖ്യം, അളവില്ലാത്ത കീർത്തി ഇവയെല്ലാം ഉണ്ടാകുന്നു. ദേഹാവസാന സമയത്ത് മോക്ഷവും ലഭിക്കുന്നു. ഇതാണ് അർത്ഥം. ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം അത് എപ്പോഴും ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്.